നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചൂട് ചോറിനൊപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന പാവയ്ക്ക പുളിങ്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു കറി എന്ന് വെച്ചാൽ നമ്മുടെ പുളിയിഞ്ചിയുടെ ഒക്കെ ഒരു സാമ്യമുള്ള ഒരു കറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ട്രൈ ചെയ്യാൻ മറക്കരുതേ. എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. പോകാം റെസിപ്പിയിലോട്ട്. പാവയ്ക്ക പുളിങ്കറി തയ്യാറാക്കാനായിട്ട് ഒരു മീഡിയം സൈസ് പാവയ്ക്ക ഈ രീതിയിൽ നീളത്തിൽ കനം കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ പാവയ്ക്കയിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് 20 മിനിറ്റ് തിരുമ്പി മാറ്റി വയ്ക്കാം. 20 മിനിറ്റിന് ശേഷം പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പാവയ്ക്കയുടെ കയ്പ്പ് നല്ലപോലെ മാറിക്കിട്ടും. ആദ്യം പാവയ്ക്ക ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് പാൻ ചൂടായി വന്നപ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നേരത്തെ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള പാവയ്ക്ക ഇട്ട് കൊടുക്കാം. പാവയ്ക്കെല്ലാം ഇട്ടതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവണ വരെ പാവയ്ക്ക നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പാവയ്ക്ക ഇവിടെ ഈ രീതിയിൽ വീഡിയോയിൽ കാണുന്ന പോലെ ഗോൾഡൻ കളറായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി സെയിം പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടായി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം 1/4 ടീസ്പൂൺ ഉലുവ. കടുക് ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 4 വറ്റൽമുളക് നടുകെ കീറിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ചെറുതീയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അടുത്തതായിട്ട് ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായി ഒന്ന് നുറുക്കിയത്, ഒരു 5 പച്ചമുളക്, ഒരു 12-13 ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തതും, ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ചെറുതീയിലിട്ടിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ഇവിടെ വഴണ്ട് വരുന്ന സമയത്ത് ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം പൊടികളുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വരുന്നവരെ വഴറ്റിയെടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ഇനിയും പാവയ്ക്കയും മസാലകളും തമ്മിൽ നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 2 നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി ഒരു 10 മിനിറ്റ് കുതിർത്തിയിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്ത പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം 1 കപ്പ് സാദാ പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം സ്റ്റവിന്റെ ഫ്ലെയിം നല്ല പോലെ കുറച്ച് വെച്ച് ആ പുളിയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വരുന്നവരെ വറ്റിച്ചെടുക്കാം. പുളിവെള്ളം ഇവിടെ നല്ലപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ചെറിയ അച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. അതോടൊപ്പം 2-3 പിഞ്ച് കായത്തിന്റെ പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് നമ്മൾ ചെറു തീയിലിട്ടിട്ട് കറി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പുളിയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി ആവശ്യത്തിനുള്ള മധുരവും ഉപ്പും എരിവൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പുളിങ്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. കറിയിൽ നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ചിട്ട് വെള്ളം വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക പുളിങ്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒട്ടും കയ്പില്ലാതെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഈ ഒരു കറിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മധുരം, പുളി, ഉപ്പ്, എരിവ് എല്ലാം കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ കറി ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കല്ലേ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീണ്ടും മറ്റൊരു കിടിലൻ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു.